ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധനായ പത്രോസ് ലീഹ പൊതുവിനെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നമുക്ക് വായിക്കാം. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകെയോന്തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്തോറും അത് സന്തോഷമുളവാക്കുന്ന കഷ്ടതയാണ്. കഷ്ടത എന്ന് പറയുന്നത് നാം ആരും സാധാരണ അത്ര ആഗ്രഹിക്കുന്ന ഒന്നല്ല. നമുക്ക് കൃപയാൽ ഈ ക്രൂശിൻ്റെ വചനം ദൈവം ഭരമേൽപ്പിച്ചത് കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കണം എന്നുള്ള ദൈവിക നിർണയപ്രകാരമാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. 2-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 പത്രോസ് 2:19 മുതലുള്ള വാക്യങ്ങൾ. മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങുവീൻ. ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അതിലെന്ത് നന്മയുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല. അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുകയത്രേ ചെയ്യുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയേക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് അത്ര നിസ്സാരമായൊരു കാര്യമല്ല. ദിസ് ഈസ് എ കോസ്റ്റ്ലി അഫെയർ. ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ ഒരു കാര്യമാണത്. അത്ര എളുപ്പമായിട്ട് ആടിപ്പാടി നമുക്ക് ആർക്കും ദൈവരാജ്യത്തിൽ എത്തുവാൻ ഒക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പ്രോസ്പെരിറ്റി ഗോസ്പൽ നിങ്ങളോട് ആരോടും പറയാനില്ല. പ്രോസ്പെരിറ്റി ഗോസ്പലാണിന്ന് സുവിശേഷ മണ്ഡലത്തിൽ ആകമാനം വ്യാപിച്ച് കാണുന്നതായ ഒരു പ്രവണത. പക്ഷേ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ആത്മാക്കൾക്ക് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് ഈ വ്യക്തി, ഞാനെന്ന് പറയുന്ന ഈ വ്യക്തി ഇന്ന് കടന്നു പോയാൽ സ്വർഗരാജ്യത്തിൽ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുമോ? നിത്യജീവൻ്റെ അവകാശം എനിക്ക് കിട്ടുമോ? അതിന് ഞാൻ ഇന്ന് കഷ്ടം അനുഭവിച്ചിട്ടായാലും വേണ്ടില്ല, ക്രൂശിൻ്റെ വഴിയെ കഷ്ടതകളും നിന്ദകളും സഹിച്ച് ഞാൻ പോയാലും എനിക്ക് ഒരു നഷ്ടവുമില്ല. അതാണ് എനിക്ക് ദൈവരാജ്യത്തിൻ്റെ അവകാശം തരുന്നത്. അതാണ് കർത്താവിൻ്റെ വചനം ഇവിടെ നമ്മളെ പഠിപ്പിച്ചത്. അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകും. ദൈവത്തിന് പ്രസാദമാണത്. എന്താ കാരണം? ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം ദൈവത്തിൻ്റെ നാമത്തിൽ പ്രിയപ്പെട്ടവരെ നിന്ദകൾ സഹിച്ചാൽ, അന്യായമായി കഷ്ടം സഹിച്ചാൽ, പ്രിയപ്പെട്ടവരെ ദുഃഖം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദകരമാകുന്നു. നാം എത്ര പേര് ഇതിൻ്റെ ആഴം മനസ്സിലാക്കിയിട്ടുണ്ട്? ദൈവത്തിൻ്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന സഹിച്ച് കഷ്ടം അനുഭവിച്ചുകൊണ്ട് അവനു വേണ്ടി ഈ എളിയ ജീവിതം, ഈ നിസ്സാരമായൊരു ആയുസ് അത് ചെലവായി പോകുക എന്നുള്ള ഒരു തീരുമാനം പ്രിയപ്പെട്ടവരെ ക്രിസ്ത്യാനികളായ നമുക്ക് എത്ര പേർക്കുണ്ട്? അത്
ദൈവം പ്രസാദിക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നു സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നു, കുറ്റം ചെയ്തിട്ട് ശിക്ഷ അയക്കുന്നു. ലോക നീതിപ്രകാരം ലോകത്തിലെ ശിക്ഷാ നിയമങ്ങളനുസരിച്ച് നിങ്ങൾ ശിക്ഷ അനുഭവിക്കുന്നു. പക്ഷേ അതുകൊണ്ട് എന്ത് കാര്യം? അതുകൊണ്ട് നിങ്ങൾക്കെന്ത് പ്രയോജനം? ദൈവത്തിനെന്ത് പ്രയോജനം? ഒരു യശസ്സുമില്ല അതിനകത്ത്, ഒരു നന്മയും അതിനകത്തില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമാകുന്നു. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമാകുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെട്ട്. ക്രിസ്തുവും അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. അവൻ പാപവും ചെയ്തിട്ടില്ലല്ലോ, അവൻ ആരെയും കുറ്റം പറഞ്ഞില്ലല്ലോ, അവൻ സഹായിച്ചില്ലല്ലോ. ഈ അടികളും നിന്നയും പീഡയും എല്ലാം ഏറ്റിട്ടും തുപ്പലേറ്റിട്ടും പരിഹാസമേറ്റിട്ടും ഒരു മറുപടിയും പറഞ്ഞില്ലല്ലോ. പീലാത്തോസിൻ്റെ മുമ്പിൽ തല കുനിച്ച് നിന്നതല്ലേ ഉള്ളൂ. പ്രിയപ്പെട്ടവർ, ഹെരോദാവിൻ്റെ മുമ്പിൽ തല കുനിച്ച് നിന്നതല്ലേ ഉള്ളൂ. അല്ല, ഞാനിങ്ങനെ ചെയ്തിട്ടില്ല എന്ന് കർത്താവിടെ ന്യായം പറയാൻ പോലും പോയില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ മൗനമായി നിന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്കും അവൻ പറയാകിയാൽ പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു എന്ന് വചനം പറയുന്നുണ്ട്. ന്യായം പറയാനില്ലാത്തത് കൊണ്ടാണോ? ഞാൻ നിത്യനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. എൻ്റെ രാജ്യം ഐഹികമല്ല. ഞാൻ സ്വർഗരാജ്യത്തിൻ്റെ പ്രതിനിധിയായി, ദൈവത്തിൻ്റെ പ്രതിനിധിയായി ഭൂമിയിലേക്ക് അവൻ അയച്ചത് കൊണ്ട് ഞാൻ വന്നതാണ്. എനിക്ക് ആകെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടെ സഭ സ്ഥാപിക്കാനല്ല, ഇവിടെ ഒരു മതം സ്ഥാപിക്കാനല്ല. ഇങ്ങനെയുള്ള വിശദീകരണങ്ങളൊന്നും യേശു പറഞ്ഞില്ല. ഞാൻ എബ്രായ മതത്തിൻ്റെ യാതൊരു ചട്ടക്കൂടുകളെയും ഞാൻ ലംഘിച്ചിട്ടില്ല, അതിനെതിരെ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. ഇതൊന്നും കർത്താവ് ന്യായം പറയാനോ ആരെയും കുറ്റം പറയാനോ കർത്താവ് പോയില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു നുണയും പറഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഒരു അർത്ഥസത്യവും കർത്താവ് പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. തന്നെ സഹാരിച്ചിട്ട് പകരം സഹാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം പരിമേൽപ്പിക്കത്രേ ചെയ്യുന്നത്. പിതാവേ സ്വർഗത്തിലേക്ക് നോക്കി, ഇതൊക്കെ കേട്ടപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ആ മാതൃകയാണ് പ്രിയപ്പെട്ടവരെ നാം പിന്തുടരുവാൻ അവൻ വെച്ചിട്ട് പോയിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പത്രോസിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 2-19 വാക്യങ്ങളാണ് നാം വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധനായ പൗലോസ്ലീഹ തൻ്റെ മിഷണറി യാത്രയുടെ കാലത്ത് അന്ത്യോഖ്യയിൽ ചെന്നിട്ട് അവിടെ നിന്ന് ലുസ്ത്രയിലേക്കും ദെർബയ്ക്കും എല്ലാം വീണ്ടും അവിടെ നിന്നും പോയിട്ട് തിരിച്ച് ആ യാത്ര കഴിഞ്ഞ് തിരിച്ച് അന്ത്യോഖ്യയിൽ വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ അവിടെ വെച്ച് തൻ്റെ ആ ദേശത്തുള്ള കർത്താവിൽ ജനിപ്പിച്ചതായ പ്രിയ ശിഷ്യന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി. പൗലോസ്ലീഹ വിളിച്ചുകൂട്ടി. എന്നിട്ട് പൗലോസ്ലീഹ അവരോട് പറയുന്ന ചില വാക്കുകളുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ചു. അവിടെയുള്ള ദൈവമക്കളെ വിളിച്ചു കൂട്ടിയിട്ട് അപ്പോസ്തലന് അവസാനമായി പറയാനുള്ള കാര്യം എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഒരു കഷ്ടതകളും ഉണ്ടാവില്ലെന്നല്ല, ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സുഭിക്ഷമായി പോയാൽ മതി എന്നല്ല, അത് നിങ്ങൾ ആഗ്രഹിക്കണമെന്നല്ല പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നാം അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ദൈവരാജ്യത്തിൽ കടക്കണമോ, ക്രിസ്തുവിൻ്റെ നിത്യമായ രാജ്യത്തിൽ എത്തിച്ചേരണമോ, ഒരിക്കലും ഒരു കഷ്ടതയോ മുറവിളിയോ പട്ടിണിയോ ദാരിദ്ര്യമോ കരച്ചിലോ വിലാപങ്ങളോ ഇല്ലാത്തതായ നിത്യസ്വർഗതീരത്ത് നിങ്ങൾക്ക് എത്തണമോ, അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കണം. അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കണം. പ്രിയപ്പെട്ടവരെ, ഈ കഷ്ടതകൾ നിങ്ങൾക്കുണ്ടാകും. സത്യമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ജീവിക്കാൻ തീരുമാനിച്ചാൽ, മനസ്സറിഞ്ഞൊരു പാപം വരാതെ, അശുദ്ധിക്ക് ഇടകൊടുക്കാതെ, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ പലതരം പ്രലോഭനങ്ങൾക്ക് നിങ്ങൾ അടിമപ്പെടാതെ യേശുക്രിസ്തുവിനെ മാത്രം നോക്കി യേശുക്രിസ്തുവിൻ്റെ രാജ്യം ലക്ഷ്യമാക്കി ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ, അവൻ്റെ തിരുനാമ മഹത്വത്തിനായി ജീവിക്കുവാൻ, അവൻ്റെ വേല ചെയ്യുവാൻ, യേശുവിൻ്റെ സത്യസാക്ഷികളായി നിൽക്കുവാൻ നിങ്ങൾ തീരുമാനമെടുത്താൽ പ്രിയപ്പെട്ടവരെ, കഷ്ടതയുണ്ടാകും, നിന്ദയുണ്ടാകും, അപമാനമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം ഉണ്ടായാലും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അപ്പോസ്തലൻ പറഞ്ഞ ആ വാക്യം ഒന്നുകൂടെ നമുക്ക് വായിക്കാം.
നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും നാം വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം. ഇതെല്ലാം ഉണ്ടായാലും വിശ്വാസത്തിൽ നിലനിൽക്കണം. വിശ്വാസം വ്യതിചലിച്ചു പോകരുത്. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ചു. നാം അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല ജീവിതം മുഴുവൻ അങ്ങനെ ആയിരുന്നില്ലേ? അപ്പസ്തോലന് പ്രിയപ്പെട്ടവരെ, ആ ഒരു സമയത്ത് അപ്പസ്തോലൻ പറയുന്നത് എന്താണ്? എൻ്റെ അവസാനകാലം അടുത്തിരിക്കുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തു. ഇനി അപ്പസ്തോലന് ഒരു കാര്യമേ പറയാനുള്ളൂ. ഞാൻ യേശുവിന് വേണ്ടി നല്ല പോർ പൊരുതു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, വിശ്വാസത്തിൽ നിലനിന്നു. എന്തെല്ലാം കഷ്ടതകളുണ്ടായി, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മൾ ഫിലിപ്പിയ ലേഖനമെല്ലാം വായിക്കുമ്പോൾ അപ്പസ്തോലനുണ്ടായ പീഡകളും കഷ്ടതകളും അവിടെ വർണ്ണിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഉണ്ടായിട്ടും അപ്പസ്തോലൻ തളർന്നില്ല, വിശ്വാസത്തിൽ തകർന്നില്ല, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല. അപ്പസ്തോലന് പറയാനുള്ളത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി ഇതാ എനിക്ക് നീതിയുടെ കിരീടം എൻ്റെ കർത്താവ് വെച്ചിട്ടുണ്ട്. എനിക്കിതാ ഒരു നീതിയുടെ കിരീടം മടഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പ്രാപിപ്പാൻ തക്കവണ്ണം ഞാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും അത് ലഭിക്കും. അവൻ വരുന്നത് കാത്തിരുന്നുകൊണ്ട്, യേശുവേ വേഗം വരേണമേ, എൻ്റെ യേശുവേ വേഗം വരേണമേ, എൻ്റെ യേശുവേ തിരുമുഖം കാണാൻ എനിക്ക് ധൃതിയായി, എനിക്ക് വേഗത്തിൽ നിന്നെ കാണണം, കർത്താവേ നിൻ്റെ കൂടെ എനിക്ക് പറന്നു വരണം എന്നുള്ളതായ സമർപ്പണത്തോടും തീരുമാനത്തോടും ഒരുങ്ങിയിരിക്കുന്ന ദൈവമക്കൾക്ക്, പ്രിയപ്പെട്ടവരെ, അവർക്കൊരു നീതിയുടെ കിരീടം അവിടെ വെച്ചിട്ടുണ്ട്. ഒരു നീതിയുടെ കിരീടം. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. എനിക്ക് മാത്രമല്ല, അപ്പോസ്തലൻ പറയാൻ നിങ്ങൾക്കും കിട്ടും, നിങ്ങൾക്കും വേണമെങ്കിൽ കിട്ടും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നു, എൻ്റെ മൂത്ത സഹോദരി 90 വയസ്സായിരുന്നു. 90 വയസ്സ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കടന്നുപോയി. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഈ വിശുദ്ധ കൂട്ടായ്മയെ കടന്നു വന്ന് ചേച്ചി വചനം കേട്ടു. ദൈവദാസൻ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ജീവിതം കർത്താവിന് സമർപ്പിക്കുവാനുള്ള ഒരു മഹാഭാഗ്യം ചേച്ചിക്ക് കിട്ടി. ദൈവത്തിൻ്റെ സ്തോത്രം. അനേകം വാഗ്ദാനങ്ങൾ ദൈവം ആ ദൈവദാസിക്ക് കൊടുത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. കടന്നു പോകുന്നതിൻ്റെ ഏതാനും ദിവസം മുമ്പ് മുതൽ വളരെ ക്ഷീണിതയായി, 90 വയസ്സായിരുന്നല്ലോ, രോഗാവസ്ഥയുണ്ടായിരുന്നു. ക്ഷീണിതയായി കിടക്കുമ്പോഴും ഞാൻ ചെല്ലുമ്പോൾ വലിയ സന്തോഷമാണ്. എന്നെ കാണുന്ന ഉടനെ പറയും, മോനെ എനിക്ക് നല്ല സന്തോഷമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ ചോദിക്കും, ചേച്ചി ഭാരമില്ലേ, രോഗമില്ലേ, വേദനയില്ലേ? ഉണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷേ അതിനേക്കാൾ വലിയ സന്തോഷമാണ് എനിക്ക്. മോനെ ഇന്ന് കടന്നു പോയാൽ എനിക്കെൻ്റെ കർത്താവിൻ്റെ അടുക്കലെത്താമല്ലോ, എനിക്കെൻ്റെ കർത്താവിനെ കാണാമല്ലോ. അന്ന് ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറ് എനിക്ക് ഒരുപാട് ദൈവിക വാഗ്ദാനങ്ങൾ ആ ദർശനത്തിൽ കൂടി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഞാൻ അന്ന് ജീവിതം സമർപ്പിച്ചപ്പോൾ എൻ്റെ യേശു എന്നോട് സംസാരിച്ചത് അങ്ങനെയല്ലേ? ഞാൻ നിൻ്റെ നെറ്റിമേൽ എൻ്റെ തിരുരക്തം ഉരുട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? എൻ്റെ കയ്യിൽ യേശു പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? മാലാഖമാരുടെ കാവലും സംരക്ഷണവും തരാമെന്ന് പറഞ്ഞിട്ടില്ലേ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം പറയുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. മരണനാഴിക വന്നപ്പോൾ ആ സമയത്ത് മക്കൾ എന്നെ അറിയിച്ചു. ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് പോയി ചേച്ചിയെ കണ്ടു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു 3 ദിവസത്തേക്ക്. പക്ഷേ ഞാൻ ചെന്ന് വിളിച്ചു, കണ്ണു തുറന്നു. ഞാൻ ഏതാനും വാക്കുകൾ ചേച്ചിയോട് ചോദിച്ചു. ചേച്ചി, ഇങ്ങോട്ട് പറയാൻ സാധ്യതയില്ല, ഇങ്ങോട്ട് പറയാനുള്ള ആരോഗ്യമില്ല. ഞാൻ ചോദിച്ചു, ചേച്ചി കർത്താവ് കരങ്ങളിൽ പിടിച്ചിട്ടില്ലേ? ഉണ്ട്. തലയാട്ടി. ഉണ്ട്. ദൈവത്തിന് നല്ല മുഖപ്രസന്നതയോടെ തലയാട്ടി. ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. തിരുരക്തത്തിൻ്റെ മുദ്ര, യേശുവിൻ്റെ രക്തത്തിൻ്റെ മുദ്ര കർത്താവ് ഇട്ട് തന്നിട്ടില്ലേ? പിശാചിന് അവകാശം എല്ലാം മാറ്റി കർത്താവ് മുദ്ര ഇട്ട് തന്നില്ലേ? ഉണ്ട്. തലയാട്ടി. ദൈവത്തിന് സ്തോത്രം. മാലാഖമാർ ചുറ്റും കാവൽ നിൽക്കുന്നില്ലേ? ഉണ്ട്. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലേ? നല്ല സന്തോഷത്തോടെ ചുണ്ടനക്കി ചേച്ചി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവർ, ഞങ്ങളവിടെ നിന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ചു, സ്തുതിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് സ്തുതിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ച് സ്തുതിച്ചപ്പോൾ സഹോദരി ആ കൂടെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, യേശുവേ സ്തുതി, യേശുവേ സ്തുതി എന്ന് അട്ടഹസിച്ചിരുന്നപ്പോൾ പെട്ടെന്ന്
ആത്മാവ് കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അന്ത്യശ്വാസം വലിച്ചു. എന്ത് സന്തോഷകരമായൊരു മരണം, എന്തൊരു വേർപാട്. പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. സഭയുടെ ആരാധനാക്രമങ്ങളിലെല്ലാം എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നല്ലൊരു അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ, നല്ലൊരു അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് പോരെ നമുക്ക്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള ഏതാനും വാക്യം വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു പരീക്ഷയുടെ കാര്യമാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൽ പരീക്ഷ എന്ന് പറയുമ്പോൾ അതിന് പ്രിയപ്പെട്ടവരെ 2 മാനങ്ങളുണ്ട്. ഒന്ന്, അത് ട്രിബുലേഷനാണ്. നാം ഇതുവരെ ചിന്തിച്ചത് അതിനെക്കുറിച്ചാണ്. ട്രിബുലേഷൻ, യേശുവിൻ്റെ നാമത്തിലുള്ള കഷ്ടതകളും പീഡകളും, യേശുവിൻ്റെ നാമത്തിലുള്ള അപമാനങ്ങളും ഒറ്റപ്പെടുത്തലുകളും. പ്രിയപ്പെട്ടവരെ, അതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ സന്തോഷത്തോടെ സഹിച്ച് ശാരീരികമായ പീഡകൾ അനുഭവിച്ച് അപ്പോസ്തലന്മാരെ പോലെ, വിശുദ്ധന്മാരായ പിതാക്കന്മാരെ പോലെ, പ്രിയപ്പെട്ടവരെ, ശിരസ് ഛേദിച്ച് കളഞ്ഞ് കൈകാലുകൾ മുറിക്കപ്പെട്ട് ഒരു തീപ്പന്തം പോലെ പൂന്തോട്ടങ്ങളിൽ നിന്ന് തുണി ചുറ്റി എണ്ണ ഒഴിച്ച് കത്തിച്ച് തീപ്പന്തം പോലെ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ. പ്രിയപ്പെട്ടവരെ, കാരാഗ്രഹവാസങ്ങൾ, അടി, പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം ഈ പീഡകളെല്ലാം ഏറ്റതായ പിതാക്കന്മാർ അവരെ യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം സഹിച്ച് ആ ട്രിബുലേഷൻസ് അല്ലെങ്കിൽ ആ പീഡകളെല്ലാം അവർ സഹിച്ച് യേശുവിൻ്റെ നാമത്തിൽ അന്ത്യം വരെ ഇവർ തളരാതെ വിശ്വാസത്തിൽ നിലനിന്ന് അവർ ദൈവരാജ്യത്തിലെത്തി. അതാണ് ട്രിബുലേഷൻ എന്ന് പറയുന്നത്. ആ മാതൃകയാണ് നാമം പിന്തുടരേണ്ടത്. ദൈവത്തിൻ്റെ സ്തോത്രം. എബ്രായ ലേഖന കർത്താവ് പറയും, അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. ദൈവത്തിൻ്റെ സ്തോത്രം. അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിനെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ആരാണ് ഈ സഹോദരന്മാർ? ആരാണ് ഈ വിശുദ്ധന്മാർ? ആരാണ് ഈ രക്തസാക്ഷികൾ? അവർ ലോകം, താത, സഹോദരർ, സ്വന്തം കുടുംബവും അപ്പനും അമ്മയും സഹോദരന്മാരെയും എല്ലാം വിട്ട്, പ്രിയപ്പെട്ടവരെ, സ്വന്തം ആകെ ഉപേക്ഷിച്ച്, തറവാടാകെ ഉപേക്ഷിച്ചു. ലോകം, താത, സഹോദര, ജാതീയതും തറവാടും എല്ലാം ഉപേക്ഷിച്ചു. യേശുവിന് വേണ്ടി എന്തു ചെയ്തു? മരണം സ്നേഹിച്ചു. മരിക്കാൻ ഇഷ്ടപ്പെട്ടു. അപ്പോസ്തലനായ പൗലോസ് അങ്ങനെയല്ലേ പറഞ്ഞത്? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ ഈ പിതാക്കന്മാരെല്ലാം ക്രിസ്തുവിന് വേണ്ടി മരണത്തെ സ്നേഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതാണ് ക്രിസ്തീയ വഴി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പിതാക്കന്മാർ പറയുകയാണ്, അവരെ സദാകാലം സ്മരണം ചെയ്യുന്നത് നല്ലതാണ്, അവരെ ഓർക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, അവരെ ഓർക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ വിശദീകരണമാണ് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത്. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. അതാണ് ഓർക്കേണ്ടത്. അവരുടെ ജീവാവസാനം എങ്ങനെയായിരുന്നു നിങ്ങൾ ഓർക്കണം. അവർ സുഖിച്ച് പുളച്ച് ലോകത്ത് ജീവിച്ച് ആടിപ്പാടി കടന്നു പോവുകയല്ല ചെയ്ത്, അവരുടെ ജീവാവസാനം ഓർത്ത യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ സ്തുതിയുടെ ചിറകിന്മേൽ പറന്നുയർന്നു, ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പറന്നുയർന്നു. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം നിങ്ങൾ അനുകരിക്കണം. വിശ്വാസം അനുകരിക്കണം. ദൈവത്തിന് സ്തോത്രം. അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്ക് കടബാധ്യത മാറാൻ പ്രാർത്ഥിക്കണേ, രോഗം മാറാൻ പ്രാർത്ഥിക്കണേ എന്ന് അങ്ങനെ സ്മരണം ചെയ്യുവാനല്ല. അവർക്ക് വേണ്ടി വലിയ വലിയ പെരുന്നാളുകളെല്ലാം കഴിച്ച് അവർ റാസ നടത്തി
വെടിക്കെട്ട് നടത്തി കലാപരിപാടി നടത്തി അവരെ ആഘോഷിക്കാനൊന്നും അല്ല പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ പ്രിയപ്പെട്ടവരെ സഭയ്ക്കോ സഭയുടെ ആചാരങ്ങൾക്കോ ഒന്നും എതിരുള്ളവരല്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, എന്നാൽ സത്യവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് മാറിപ്പോകുന്നതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മെ ഒരു കാലത്തും ദൈവരാജ്യത്തിലെത്തിക്കുകയില്ല. അതുകൊണ്ടൊന്നുമല്ല ദൈവരാജ്യത്തിലെത്തുന്നത്. പിതാക്കന്മാരെ നമ്മൾ അനുസ്മരിക്കണം, ജീവാവസാനം ഓർക്കണം, എങ്ങനെയാണ് അവർ മരിച്ചതെന്ന് ഓർക്കണം, എത്രയെല്ലാം കഷ്ടതകളോ അവർ അനുഭവിച്ചതെന്ന് ഓർക്കണം. ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസമാണ് അനുകരിക്കേണ്ടത്. അവർ എന്തുമാത്രം വിശ്വസിച്ചു, എങ്ങനെയാണ് അവർ വിശ്വസിച്ചത്, വിശ്വാസത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോയോ? ഈ കഷ്ടതകളെല്ലാം വന്നിട്ടും അവർ ആരും വ്യതിചലിച്ചു പോയില്ല. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിനെന്നാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നാം എല്ലാവരും ചൊല്ലിക്കൂട്ടും, പക്ഷേ ഇതൊന്നും നമുക്ക് ബാധകമല്ല, ഇതൊന്നും നമ്മൾ സ്വീകരിക്കാറില്ല. ഈ വിശുദ്ധ വഴിയൊന്നും നമുക്ക് ഇഷ്ടമല്ല, നമുക്കതിനോടൊരു താല്പര്യവുമില്ല. പ്രിയപ്പെട്ടവരെ, ഇത് മാറണ്ടേ, നമുക്ക് ദൈവരാജ്യത്തിൽ എത്തണ്ടേ? നിത്യനരകമെന്നുള്ള സത്യമല്ലേ പ്രിയപ്പെട്ടവരെ? സ്വർഗവും സത്യമാണ്, നരകവും സത്യമാണ്. ആ ചെറുപ്പക്കാരനായ പ്രമാണിയായ ധനവാനായ ചെറുപ്പക്കാരൻ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നത് നിത്യജീവൻ ചോദിച്ചുകൊണ്ടാണ്. നാം അതാണ് മുൻ ദിവസങ്ങളിൽ ചിന്തിച്ചു വന്നത്. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ തന്നെ വന്നു. നിത്യജീവൻ്റെ ഉടയവനായ യേശു അതിനുള്ള വഴി പറഞ്ഞു കൊടുത്തു. നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആ കൽപ്പന അനുസരിക്കുവാൻ, ആ വചനം അനുസരിക്കുവാൻ കൂട്ടാക്കാതെ ആ വചനത്തിങ്കൽ വിഷാദിച്ച് ആ ചെറുപ്പക്കാരൻ ദുഃഖിച്ച് പോയി കളഞ്ഞു. ദുഃഖിച്ചു പോയി കളഞ്ഞു. മനസാക്ഷി ഉണ്ടായില്ല, വചനമനുസരിക്കാനുള്ള മനസാക്ഷി ഉണ്ടായില്ല. ദൈവത്തിന് സ്തോത്രം. അത് കണ്ട യേശു, പ്രിയപ്പെട്ടവരെ, ചുറ്റും നിൽക്കുന്നവരെ ചുറ്റും നോക്കി യേശു പറഞ്ഞു. യേശു ഒരു തന്നോട് തന്നെ പറയുന്നത് പോലെ പറയുകയായിരുന്നു, വേദനയോടെ പറയുകയായിരുന്നു. ആ മനുഷ്യൻ പോകുന്നത് കണ്ടിട്ട് എന്താണ് പറഞ്ഞത്? ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കേട്ടതാ ശിഷ്യന്മാരുടെ ഉള്ളിൽ ഒരു ചഞ്ചലിപ്പ്. അപ്പോൾ ധനമുള്ളവരും പണമുള്ളവരും ആരും സ്വർഗത്തിൽ പോകില്ലെന്നാണോ? അല്ലല്ലോ, അല്ല, അതല്ല കർത്താവ് പറഞ്ഞത്. അവരുടെ മനോഗതം കർത്താവ് മനസ്സിലാക്കി. കർത്താവ് അവരോട് വിശദീകരണം പറയുകയാണ്, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പമെന്ന് കർത്താവ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് അത് അസംഭവ്യമായൊരു കാര്യമാണ്. ധനത്തിൽ ആശ്രയിക്കുന്നവരെന്നാണ് കർത്താവ് പറഞ്ഞത്. മക്കളെ, ധനത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്ന എത്ര പ്രയാസം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം തിരിഞ്ഞു നോക്കണം. എവിടെയാണ് നമ്മുടെ ആശ്രയം? എവിടെയാണ് നമ്മുടെ പിടുത്തം? എവിടെയാണ് നമ്മുടെ ലക്ഷ്യം? സ്വർഗം ലക്ഷ്യമാണോ പ്രിയപ്പെട്ടവരെ? അതിനുവേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാണോ? യേശുവിൻ്റെ നാമത്തിൽ എന്തും ത്യജിക്കാൻ തയ്യാറാണോ? നാം എന്തു ചെയ്തു എന്നല്ല, നാം പലതും ചെയ്യുന്നുണ്ടാവും. നാം സഭയ്ക്ക് വേണ്ടി പലതും ചെയ്യുന്നുണ്ട്, കൂട്ടായ്മയ്ക്ക് വേണ്ടി പലതും ചെയ്യുന്നുണ്ട്, ഓടി നടക്കുന്നുണ്ട്, വേല ചെയ്യുന്നുണ്ട്, പല ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ അതിലൊന്നുമല്ല ദൈവരാജ്യത്തിൽ കടക്കുവാനുള്ള നമ്മുടെ യോഗ്യത പ്രാപിക്കുന്നത് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? അതിലൊക്കെ ചെയ്തത് നല്ലത് തന്നെയാണ്, എല്ലാം വേണം. കർത്താവിൻ്റെ നാമത്തിൽ പീഡകൾ സഹിച്ചും നിന്നും അഭിമാനം ഏറ്റും കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ട് വേല ചെയ്യണം, ശരിയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ അതിൽ നാം അഭിമാനിച്ചും സന്തോഷിച്ചും പോകരുത്. നീ എന്തു ചെയ്തു എന്നുള്ളതല്ല പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം എൻ്റെ നാമത്തിൽ നീ ത്യജിച്ചു, എന്തെല്ലാം നീ എൻ്റെ നാമത്തിൽ ഉപേക്ഷിച്ചു. എന്നെക്കാൾ കൂടുതലായി നീ സ്നേഹിച്ചവരെ അവരെക്കാൾ ഇപ്പോൾ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ? നീ അവരെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിൻ്റെ കുടുംബത്തെക്കാളും, മക്കളെക്കാളും, ഭാര്യയെക്കാളും, ഭർത്താവിനേക്കാളും, മാതാപിതാക്കന്മാരെക്കാളും എന്നെ നീ സ്നേഹിക്കുന്നുണ്ടോ? ഏറ്റവും ഉപരിയായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ എന്തെല്ലാം നാം ഈ ലോകത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ത്യജിക്കുന്നുവോ, സുഖാനുഭവങ്ങൾ, ലക്ഷറീസ്, പ്രിയപ്പെട്ടവരെ, ഭക്ഷണത്തിൻ്റെ വലിയ ലക്ഷറിയസ് ഫുഡ്, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഇതെല്ലാം നാം ത്യജിക്കുന്നുണ്ടോ? അല്ല, നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ, പ്രിയപ്പെട്ടവരെ, ലോകസുഖത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ, ജഡത്തിൻ്റെ ഇമ്പം, ഇതെല്ലാം ത്യജിക്കുവാൻ തയ്യാറാണോ പ്രിയപ്പെട്ടവരെ? ഒന്നാം സ്ഥാനം യേശുവിന് കൊടുത്ത് ജീവിക്കുവാൻ നാം തീരുമാനം എടുത്തോ പ്രിയപ്പെട്ടവരെ?
അതിനാണ് യേശു ഈ സമയം നമ്മോട് വാദിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, എന്ത് തീരുമാനിക്കുന്നു? ഇതെല്ലാം സാധ്യമാക്കി തരാനാണ് ഒരുവൻ കാൽവറി ക്രൂസിൽ അവൻ്റെ അവസാനത്തുള്ള രക്തം വരെ ഊറ്റി തന്നത്. എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച എൻ്റെ പ്രാണപ്രിയനായ യേശു ഇതാ ഇപ്പോൾ നമ്മുടെ അടുക്കിലേക്ക് വന്നിരിക്കുകയാണ്. മോനെ, സാധ്യമാക്കി തരാൻ ഞാനുണ്ട്. ഇതെല്ലാം സാധ്യമാക്കി തരാം. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. മനുഷ്യർക്ക് അസാധ്യമാണ്, ദൈവത്തിന് അസാധ്യമല്ല താനും. ദൈവത്തിനെല്ലാം സാധ്യമല്ലോ കർത്താവ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാം വിശ്വസിക്കുന്നുണ്ടോ? യേശുവിനോട് നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ട് ഇപ്പോൾ? കർത്താവെ, ഇന്നുവരെയും ഞാൻ തെറ്റുപറ്റിപ്പോയി, എൻ്റെ ജീവിതം കർത്താവെ പാഴായിപ്പോയി, എൻ്റെ ആയുസ് ഇന്നുവരെയും പാഴായിപ്പോയി കർത്താവെ. എന്നാൽ ഇനിയുള്ള ആയുസ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച എൻ്റെ രക്ഷക, എനിക്ക് വേണ്ടി പീഡയും അപമാനവും ഏറ്റ് കഷ്ടത ഏറ്റുകൊണ്ട് മരണം രുചി നോക്കിയ സ്വർഗീയ ദൈവപുത്രനായ യേശുവേ, ഈ നിമിഷം മുതൽ കർത്താവെ, ഞാനൊരു പുതിയ സൃഷ്ടിയായി ജീവിക്കാൻ പോവുകയാണ്. ദൈവമേ, എനിക്ക് സാധ്യമാക്കി തരണമേ. ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം സാധ്യമാക്കി തരണമേ. അത് നിൻ്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ അയക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ആ ചൂടുകാറ്റ് എന്നിൽ അടിക്കണമേ. പരിശുദ്ധാത്മാവിനെ എന്നിൽ ഓതണമേ. ആത്മാവിൻ്റെ നിറവിൽ എന്നെ നടത്തണമേ. ആത്മാവിൽ എന്നെ നിറയ്ക്കണമേ കർത്താവേ. എൻ്റെ കരങ്ങളിൽ നീ പിടിക്കണമേ. എൻ്റെ കരം പിടിച്ച് നടത്തണമേ. അന്തത്തോളം നടത്തണമേ. ആത്മാവിൽ നിറയ്ക്കണമേ. വേല ചെയ്യാൻ ശക്തി തരണമേ. നിന്റെ നാമത്തിൽ ജീവിച്ച് കർത്താവേ, നിനക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് നിനക്ക് വേണ്ടി മരിച്ച് കർത്താവേ, എനിക്ക് ദൈവരാജ്യത്തിൽ നിന്നോടൊത്ത് അവകാശം പ്രാപിപ്പാൻ, സ്വർഗരാജ്യത്തിൻ്റെ അവകാശം പ്രാപിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ നിമിഷങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ ആത്മാവ് അടിയങ്ങളോട് വാദിച്ചതിനാൽ സ്തോത്രം. നന്മകളാൽ നിറയ്ക്കണമേ. നിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.